നേരത്തെ ചോദ്യത്തിന് അഡീഷൻ സണ്ണി ഇപ്പൊ പറഞ്ഞു. അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചു. അപ്പൊ ആക്ച്വൽ സൈക്കോ ഇവിടെ ഇരിപ്പുണ്ട്. അതല്ല ഞാൻ ഉപയോഗിച്ചത്. രോമാഞ്ചത്തിൽ അർജുന്റെ ഷോ നേരത്തെ ചോദ്യത്തിന് അഡീഷൻ സണ്ണി ഇപ്പൊ പറഞ്ഞു. അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചു. അപ്പൊ ആക്ച്വൽ സൈക്കോ ഇവിടെ ഇരിപ്പുണ്ട്. കാസർഗോഡ് സീരീസ് അല്ല, വേലാതെ സിനിമ. എനിക്കൊന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. നീലായസിന്റെ സമയത്താണ് ചെറിയൊരു പോസ്റ്റ് അവിടെ ഷൂട്ട് ചെയ്തത്. ഒരു സോങ് ഒരു ത്രൂ ഔട്ട് ഒരു വെബ് സീരീസ് അവിടെയാണ്, വയനാടാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ല ഇത്ര വർഷമായിട്ട്. അപ്പൊ ഈ വെബ് സീരീസ് ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എന്റർടൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ എന്റർടൈനർ ആണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിലും ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി എന്റെ പോർഷൻസൊക്കെ ഞാൻ അങ്ങനെയാണ് കൂടുതൽ ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഡയറക്ടർ നമ്മളൊക്കെ അത് സീക്വൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ അത് കുറച്ചേരം ചിരിച്ചിട്ട് ചിരിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സിനിമ ചെയ്യുന്ന പോലെ തന്നെ ശ്രീനിവാസന്റെ മുതുനോടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണ് പറഞ്ഞു കേട്ടിരുന്നു. അതല്ല ഞാൻ ഉപയോഗിച്ചത്. രോമാഞ്ചത്തിൽ അർജുന്റെ ഷോ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കേൾക്കുമ്പോൾ സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു സൈക്കോയുടെ പ്രവർത്തികൾ. ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നത് അർജുന ഷോ. അവനെ അങ്ങനെ എന്നെ കോപ്പി അടിക്കാൻ പറ്റി.